ഹായ് ഫ്രണ്ട്സ്, അർജുൻ എയർഗൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഷോപ്പ് വരുന്നത് വയനാടാണ്. നമുക്ക് എയർഗൺസിന്റെ വിൽപ്പനയും സർവീസുമാണ് നമ്മുടെ ഷോപ്പിൽ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പല എയർ റൈഫിൾസും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ മോഡലുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഉമാറക്സിന്റെ ലെജൻഡ് കൗബോയ് റൈഫിൾ. അപ്പോൾ നമുക്ക് ആ ഗണ്ണിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബോക്സിലാണ് നമ്മുടെ റൈഫിൾ വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുതിയിട്ടുണ്ട് ദ സ്പിരിറ്റ് ഓഫ് ലെജൻഡ്സ് വെപ്പൺ ഹിസ്റ്ററി കൗബോയ് റൈഫിൾ CO2 എയർ ഗൺ. നമ്മുടെ ഈ ഒരു ഗണ്ണ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് 2 CO2 ക്യാപ്സ്യൂൾ നമ്മൾ ഒരുമിച്ച് ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ സാധാരണ CO2 പിസ്റ്റളിലോ റിവോൾവറിലൊക്കെ നമ്മൾ സാധാരണ ഒരു ക്യാപ്സ്യൂളാണ് നമ്മൾ 12 ഗ്രാമിൻ്റെ ഒരു ക്യാപ്സ്യൂളാണ് നമ്മൾ ഇടാറ്. ഈ ഒരു റൈഫിൾ നമ്മൾ ഒരുമിച്ച് 2 എണ്ണം ലോഡ് ചെയ്യണം. അതുപോലെ എഴുതിയിട്ടുണ്ട് സ്റ്റീൽ BBs 4.5 mm അതായത് 0.177 കാലിബറിലുള്ള സ്റ്റീൽ BBs ആണ് നമ്മളിതിൽ ഉപയോഗിക്കുക. പിന്നെ വരുന്നത് ബാരൽ വരുന്നത് മെറ്റലാണ്. പിന്നെ ഈ ഗണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വിഞ്ചസ്റ്റർ ടൈപ്പ് കൗബോയ് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ടൈപ്പ് ലിവർ ആക്ഷനാണ് ഈ ഒരു റൈഫിളിൻ്റെ പ്രത്യേകത. പിന്നെ 10 റൗണ്ട് ഷെല്ലാണ് നമുക്ക് ഈ റൈഫിളിൻ്റെ കൂടെ കിട്ടുക. അതിൽ നമുക്ക് 10 റൗണ്ട് BB നമുക്ക് ലോഡ് ചെയ്ത് ഫയർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ബോക്സിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗണ്ണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻ മാനുവലിൽ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഈ ഗണ്ണിൻ്റെ പവർ സോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 ഗ്രാം CO2 ക്യാപ്സ്യൂൾ വെച്ചിട്ടാണ് നമ്മൾ ലോഡ് ചെയ്യുക. അതുപോലെ 4.5 mm പെല്ലറ്റിൻ്റെ BBൻ്റെ സൈസ്. കപ്പാസിറ്റി 10 എണ്ണമാണ്. എനർജി ഏകദേശം 180 മീറ്റർ/സെക്കൻഡ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 600 feet/second ആണ് ഈ റൈഫിളിൻ്റെ പവർ വരുന്നത്. കോക്കിംഗ് സിസ്റ്റം ഇത് ലോഡ് ചെയ്യുന്നത് ലിവർ ആക്ഷൻ ടൈപ്പാണ്. പിന്നെ അതേപോലെ സൈറ്റ് ഒരു ഫിക്സഡ് ഫ്രണ്ട് സൈറ്റാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ റിയർ സൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എലവേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അതായത് നമുക്ക് ഉയർത്താനും താത്താനെല്ലാം പറ്റും. സൈഡിലേക്ക് വിൻറ്റേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇതിലില്ല. പിന്നെ നമുക്കിവിടെ കാണാം ഗണ്ണിൻ്റെ സീരിയൽ നമ്പറും പിന്നെ അതിൻ്റെ പെല്ലൻ്റെ സൈസെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കൗബോയ് റൈഫിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ മൊത്തത്തിലൊരു ആൻറ്റിക് മെറ്റൽ ഫിനിഷാണ് ഈ ഗണ്ണിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. പറഞ്ഞ പോലെ ഇത് ജർമ്മൻ മെയ്ഡാണ്. നമുക്ക് അറിയുന്ന പോലെ ബെരേറ്റ അതേപോലെ കോൾട്ട് ഇതെല്ലാം വരുന്നത് ഉമാറക്സ് ആണ് ഉണ്ടാക്കുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. അവർ ഒരു ജർമ്മൻ ബേസ്ഡ് മാനുഫാക്ചേഴ്സാണ്. പിന്നെ ഇതിൻ്റെ ഈ റൈഫിളിൻ്റെ സേഫ്റ്റി മോഡലിലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് ഫ്രണ്ടിലേക്ക് ആക്കിയ സേഫ്റ്റിയായി. പിന്നെ നമുക്ക് ഫയർ ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ഭാഗത്തേക്ക് ഫയറിംഗ് മോഡാണ്. പിന്നെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഓൾഡ് കൗബോയ് ടൈപ്പ് റൈഫിളിൻ്റെ സെയിം റിപ്ലിക്ക മോഡൽ തന്നെയാണ്. പിന്നെ ഇതിൽ BBs നമ്മൾ ഷെല്ല് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതേപോലത്തെ ഒരു ഷെല്ലാണ് കമ്പനി ഇതിൻ്റെ കൂടെ തരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ BB ലോഡ് ചെയ്യുക. ഒരു BB നമ്മൾ ലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് ഓരോന്നായിട്ട് 10 എണ്ണം നമുക്ക് ഇതേപോലെ കയറ്റി വെക്കാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഓരോ ഷെല്ല്, ഇതാണ് ലിവർ. ഇത് നമ്മൾ താത്തുന്നതോടുകൂടി ഒരു ഷെല്ല് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. അതിനുശേഷം നമ്മൾ ബാക്കോട്ട് ഇങ്ങനെ ആക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോക്കിംഗ് ലിവർ വന്നു ഫയർ ചെയ്യാം. ഒരു ഫയർ ചെയ്തതിന് ശേഷം ഈ ലിവർ വീണ്ടും താഴേക്കാക്കുമ്പോൾ ഈ ഷെല്ല് ഇജക്റ്റ് ആയിട്ട് വരും. പിന്നെ അടുത്ത ഷെല്ല് കയറി മുകളിൽ ലോഡാവും. അതിനുശേഷം നമ്മൾ ഇതാക്കുന്നു, ഫയർ ചെയ്യുന്നു. ഇതേപോലെ നമുക്ക് 10 എണ്ണം, അതായത്
അതായത് ഒറിജിനൽ ആ ഒരു മോഡൽ എങ്ങനെയാണോ അതേപോലെ നമുക്ക് ഈ CO2 റൈഫിൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആ ഒരു ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒറിജിനൽ ആ ഫീലിൽ നമുക്ക് ഈ ഒരു റൈഫിൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. 600 feet/second പവറും നമുക്ക് ലഭിക്കും. അത്യാവശ്യം നല്ലൊരു പവറിൽ ഇങ്ങനെ ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു റൈഫിൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നമുക്കിതിൻ്റെ CO2 ഇടുന്ന ഭാഗം നമുക്ക് നോക്കാം. നമ്മുടെ ഈ റൈഫിളിൽ ഇനി എങ്ങനെയാണ് CO2 നമ്മൾ ലോഡ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ബട്ട് പ്ലേറ്റ് വരുന്നത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മളിത് CO2 ലോഡ് ചെയ്യുക. ഞാൻ 2 CO2 ക്യാപ്സുകൾ 12 ഗ്രാമിൻ്റെ ഉമാറക്സിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ലോഡ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മളിതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം പുറത്തേക്ക് കിട്ടും. ഇതെൻ്റെ ബെഡ് പ്ലേറ്റ് ആണ്. അതേപോലെ കമ്പനി ഇതിലൊരു എല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കാണാം ഈ ഒരു പീസ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. കുറച്ച് നീളത്തിലുള്ളൊരു ത്രെഡുള്ള ഒരു ഇതാണ്. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ തിരിക്കേണ്ടി വരും. തിരിച്ച് നമുക്ക് ഇങ്ങനൊരു പീസ് നമുക്ക് കിട്ടും. നമ്മൾ രണ്ടാമത്തെ CO2 ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ആദ്യത്തെ CO2 നമ്മൾ ഈ ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഇടേണ്ടത്. രണ്ടാമത്തെ CO2ൻ്റെ ഭാഗം നമുക്ക് ഈ പുറത്തേക്ക് വരണം. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് വീണ്ടും നമ്മൾ തിരികെയാണ്. അങ്ങനെ നോർമൽ ടൈറ്റ് വന്നതിന് ശേഷം ജസ്റ്റ് ഒരു റൗണ്ട് കൂടെ നമ്മളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ CO2 ലോഡായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പഴയ പോലെ വെച്ചിട്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 10 മീറ്റർ ഒന്ന് ഫയർ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ടാർജറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൂപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. 3 ഷോട്ടേ ഫയർ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സാധാ പിസ്റ്റൾ റിവോൾവറിനേക്കാളിലൊക്കെ അത്യാവശ്യം നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ ഫയറിങ്ങിനും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എയർഗൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ എയർഗൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എയർഗൺ മേടിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ഗണ്ണിൻ്റെ വിലയും മറ്റും കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമുക്ക് വാട്സപ്പ് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.